ഹായ് എവരി വൺ, നമുക്കൊന്ന് ഒരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. പ്രോബ്ലം ഇതാണ്: കൺസിഡർ ദ ഫീൽഡ് Q of root 2. കൺസിഡർ ദ ഫീൽഡ് Q of root 2. Then prove that 2 raised to 1 by 3 does not belongs to Q of root 2. ക്വസ്റ്റ്യൻ എന്താണ്? Q of root 2ൽ 2 raised to 1 by 3 ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ പ്രൂഫിന് മുന്നേ നമുക്ക് Q of root 2നെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാക്കാം. അപ്പോൾ Q of root 2 എന്താ നോക്കാം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു എഫ് ഓഫ് ആൽഫ എന്നതൊരു സിമ്പിൾ എക്സ്റ്റൻഷനാണ്. അങ്ങനെയാണെങ്കിൽ എഫ് ഓഫ് ആൽഫയിലെ എലമെൻസുകളുടെ ഫോം എന്നത് ആൽഫയുടെ ഡിഗ്രി എന്നത് ഡിഗ്രി ഓഫ് ആൽഫ ഓവർ എഫ് ഇസ് ഈക്വൽ ടു എൻ ആണെങ്കിൽ ഇതിലെ ഫോം എലമെൻസുകളുടെ ഫോം എന്നത് B0 പ്ലസ് B1 ആൽഫ പ്ലസ് എക്സെട്ര പ്ലസ് ഏതുവരെ പോകും? BN -1 ആൽഫ റൈസ് ടു N -1. ഡിഗ്രി എത്രയാണോ അതിനേക്കാളും ഒന്ന് കുറവായിട്ടുള്ളൊരു ആൽഫയിലുള്ള പോളിനോമിയൽ എന്നൊക്കെ ഞാനന്ന് മനസ്സിലാവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ BI ബിലോങ്സ് ടു എഫ്. അങ്ങനെയെങ്കിൽ Q ഓഫ് റൂട്ട് 2ലെ എലമെൻസുകൾ എങ്ങനെ ഉണ്ടാക്കാം? ഡിഗ്രി ഓഫ് റൂട്ട് 2 ഓവർ Q കാണണം. ഡിഗ്രി ഓഫ് റൂട്ട് 2 ഓവർ Q എത്രയാണ്? 2 ആണ്. കാരണം ആൽഫ ഈക്വൽ ടു റൂട്ട് 2 എന്നെടുക്കുക. അപ്പോൾ ആൽഫ സ്ക്വയർ എന്നത് 2 വരും. എക്സ് സ്ക്വയർ -2 ആണ് നമ്മുടെ പോളിനോമിയൽ. അപ്പോൾ അതിൻ്റെ ഡിഗ്രി 2 ആണ്. അപ്പോൾ നമുക്കവിടെ ഡിഗ്രി എന്നത് 2 കിട്ടി. അപ്പോൾ ഒരു n ആണ് ഡിഗ്രി എങ്കിൽ N-1 ഡിഗ്രിയുള്ള ആൽഫയിലുള്ള ഒരു പോളിനോമിയലായിട്ടാണ് നമ്മൾ എഫ് ഓഫ് ആൽഫയെ എഴുതുക. എഫ് ഓഫ് ആൽഫയിലെ എലമെൻസുകൾ എഴുതുക. അതേപോലെ തന്നെ ഇവിടെ ഡിഗ്രി എന്നത് 2 ആണ്. ഇപ്പോൾ 2 - 1 ഡിഗ്രിയിലുള്ള ഒരു പോളിനോമിയൽ, അതായത് B0 പ്ലസ് B1 ആൽഫ എന്ന ഫോമിലല്ലേ വരിക. ഈ ആൽഫ ഇവിടെ എന്താ? റൂട്ട് 2 ആണ്. അപ്പോൾ B0 പ്ലസ് B1 റൂട്ട് 2. B0 B1 ഒക്കെ ഇവിടെയുള്ള എലമെൻസാണ്, ക്യൂവിലുള്ള എലമെൻസാണ്. അപ്പോൾ ഈ ഒരു ഫോമിലാണ് Q ഓഫ് റൂട്ട് 2ലെ എലമെൻസുകൾ വരിക. ഓക്കെ, നമുക്കിവിടെ പ്രൂവ് ചെയ്യേണ്ടത് എന്താ? 2 raised to 1 by 3 എന്നത് Q ഓഫ് റൂട്ട് 2ൽ ഇല്ല എന്നാണ് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ 2 raised to 1 by 3 നമുക്ക് ഈ ഒരു ഫോമിലേക്ക് എഴുതാൻ പറ്റില്ല അല്ലേ. നമുക്ക് കറക്റ്റ് പ്രൂഫ് എന്താ നോക്കാം. അഥവാ 2 raised to 1 by 3 എന്നത് Q ഓഫ് റൂട്ട് 2ൽ ഉണ്ടെങ്കിൽ, ഇപ്പോൾ 2 raised to 1 by 3 ബിലോങ്സ് ടു Q ഓഫ് റൂട്ട് 2. അതിലുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക നോക്കാം. 2 raised to 1 by 3 എന്നത് Q ഓഫ് റൂട്ട് 2ൽ ഉണ്ടെങ്കിൽ Q ഓഫ് 2 raised to 1 by 3 എന്നത് എവിടെ ഉണ്ടാവും? Q ഓഫ് റൂട്ട് 2ൽ ഉണ്ടാവും. അപ്പോൾ നമുക്കൊരു ചെയിൻ കിട്ടില്ലേ. അതായത് നമുക്ക് കിട്ടുന്നത് ഇങ്ങനെയാണ്: therefore Q ഈസ് കണ്ടെയ്ൻഡ് ഇൻ Q ഓഫ് 2 raised to 1 by 3 ഈസ് കണ്ടെയ്ൻഡ് ഇൻ Q ഓഫ് റൂട്ട് 2 എന്ന് വരും. ഓക്കെ, അപ്പോൾ Q ഇവിടെ ഉണ്ട്. ഇനി Q ഓഫ് 2 raised to 1 by 3 ഇവിടെ ഉണ്ടാവും. മാത്രമല്ല Q ഓഫ് റൂട്ട് 2 ഇവിടെ ഉണ്ട്. ഓക്കെ, നമ്മൾ മുന്നത്തെ ഒരു തിയറി ഉണ്ടായിരുന്നു. എഫിൻ്റെ എക്സ്റ്റൻഷനാണ് ഈ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ്. ഈയുടെ ഫൈനൈറ്റ് എക്സ്റ്റൻഷനാണ് K എങ്കിൽ ഡിഗ്രി ഓഫ് K ഓവർ എഫ് ഇസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് K ഓവർ ഇ ഇൻറ്റു ഡിഗ്രി ഓഫ് ഇ ഓവർ എഫ്. അപ്പോൾ ആ ഒരു തിയറം ഇവിടെ അപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഡിഗ്രി ഓഫ് Q ഓഫ് റൂട്ട് 2 ഓവർ Q. അപ്പോൾ ഡിഗ്രി ഓഫ് Q ഓഫ് റൂട്ട് 2 ഓവർ Q ഈസ് ഈക്വൽ ടു ഡിഗ്രി ഓഫ് Q ഓഫ് റൂട്ട് 2 ഓവർ Q ഓഫ് റൂട്ട് 2 raised to 1 by 3 ഇൻറ്റു ഡിഗ്രി ഓഫ് Q ഓഫ് 2 raised to 1 by 3 ഇൻറ്റു Q എന്ന് കിട്ടും. അതായത് ഡിഗ്രി ഓഫ് Q ഓഫ് റൂട്ട് 2 ഓവർ Q is equal to degree of Q of root 2 over Q of 2 raised to 1 by 3 into എന്ത് വരും? Q of 2 raised to 1 by degree of Q of 2 raised to 1 by 3 over Q എന്ന് വരും. ഓക്കെ, ഇങ്ങനെ നമുക്കൊരു ഈ ഇക്വേഷൻ കിട്ടും. അപ്പോൾ Q ഓഫ് ശരി തന്നെയല്ലേ നോക്കൂ. Q ഓഫ് റൂട്ട് 2 ഓവർ Q ഈസ് ഈക്വൽ ടു Q ഓഫ് റൂട്ട് 2 ഓവർ Q ഓഫ് 2 raised to 1 by 3. ഓക്കെ, കറക്റ്റാണ്. ഇനി നമുക്ക് ഇതിൽ നിന്നും Q ഓഫ് 2 raised to 1 by 3
അതായത് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് 2 റൈസ് ടു 1/3 ഓവർ ക്യൂ ഡിവൈഡ്സ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് √2 ഓവർ ക്യൂ എന്ന് കിട്ടൂലേ. ഫ്രം ദിസ് വി ഹാവ് ഡിഗ്രി ഓഫ് ക്യൂ ഓഫ് 2 റൈസ് ടു 1/3 over q divides degree of q of √2 over q. ഇനി 2 റൈസ് ടു 1/3 എന്നത് ആൾജിബ്രൈക് ഓവർ ക്യൂ ആണ്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡിഗ്രി ഓഫ് 2 റൈസ് ടു 1/3 ഓവർ ക്യൂ എന്ന് എഴുതാം. ഡിവൈഡ്സ് √2 എന്നതും ക്യൂലോ ആൾജിബ്രൈക് ആണ്, അതുകൊണ്ട് നമുക്ക് ഡിഗ്രി ഓഫ് √2 ഓവർ ക്യൂ എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ അതിന് നമ്മളൊരു ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിക്കാൻ വിചാരിച്ചോളൂ. ഇനി ഡിഗ്രി ഓഫ് 2 റൈസ് ടു 1/3 ഓവർ ക്യൂ എത്രയാണ്? അപ്പോൾ അത് കാണാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ആൽഫ ഈക്വൽ ടു 2 റൈസ് ടു 1/3 എന്ന് കൊടുക്കണം. ഒന്ന് ക്യൂബ് ചെയ്ത് നോക്കൂ. അപ്പോൾ ആൽഫ ക്യൂബ് ഈക്വൽ ടു 2 എന്ന് വരും. അതായത് ആൽഫ ക്യൂബ് മൈനസ് 2 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് ക്യൂബ് മൈനസ് 2 എന്താണ് നമ്മൾ പോളിനോമിയൽ. അപ്പോൾ ഇവിടെ ഡിഗ്രി എത്രയാണ്? സോ ഡിഗ്രി ഓഫ് 2 റൈസ് ടു 1/3 ഓവർ ക്യൂ ഈസ് ഈക്വൽ ടു 3. ഓക്കെ, അപ്പോൾ ഈ ഇക്വേഷൻ നമ്പറിൽ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? 3 എന്ന് കൊടുക്കുക. ഇനി ഡിഗ്രി ഓഫ് √2 ഓവർ ക്യൂ എന്താ? ആൽഫ ഈക്വൽ ടു √2 എന്ന് കൊടുത്താൽ ഒന്ന് സ്ക്വയർ ചെയ്താൽ ആൽഫ സ്ക്വയർ ഈക്വൽ ടു 2 എന്ന് വരും. അതായത് ആൽഫ സ്ക്വയർ മൈനസ് 2 ഈക്വൽ ടു 0. ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് 2 എന്നതാണ് പോളിനോമിയൽ. അപ്പോൾ ഡിഗ്രി ഓഫ് √2 ഓവർ ക്യൂ എന്നത് എന്താ വരിക? 2 എന്ന് വരും. ഇത് രണ്ടും നമ്മൾ ഈ ഇക്വേഷൻ നമ്പർ 1 അപ്ലൈ ചെയ്യാം. സോ ഇക്വേഷൻ 1 ഇംപ്ലൈസ് 1 എന്തായിരുന്നു? ഡിഗ്രി ഓഫ് 2 റൈസ് ടു 1/3 ഓവർ ക്യൂ അത് എത്രയാണ്? 3 ആണ്. 3 ഡിവൈഡ്സ് ഇനിയോ ഡിഗ്രി ഓഫ് √2 ഓവർ ക്യൂ ഇതെത്ര കിട്ടി? 2 എന്ന് കിട്ടി. അപ്പോൾ 3 ഡിവൈഡ്സ് 2 എന്ന് വരും. ഇത് ശരിയാണോ? തെറ്റാണല്ലേ? വിച്ച് ഈസ് എ കോൺട്രഡിക്ഷൻ. അപ്പോൾ കോൺട്രഡിക്ഷൻ കിട്ടിയതിന് കാരണം എന്താ? നമ്മൾ എന്താ എടുത്തിട്ടുള്ളത്? എന്തായിരുന്നു എടുത്തിട്ടുള്ളത്? 2 റൈസ് ടു 1/3 ബിലോങ്സ് ടു ക്യൂ ഓഫ് √2. അപ്പോൾ അത് നമുക്കിവിടെ കോൺട്രഡിക്ഷൻ കിട്ടിയിട്ടുണ്ട്. സോ 2 റൈസ് ടു 1/3 does not belongs to Q of √2. Okay, thank you.